ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കണ എങ്ങനെയാണ് മെറ്റാമാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. മെറ്റാമാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോയി മെറ്റാമാസ്ക് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലുണ്ട്, അപ്പോൾ മെറ്റാമാസ്ക് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് മെറ്റാമാസ്ക്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഗൈസ്, മെറ്റാമാസ്ക് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടർ അടിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറൊരു ഫോണിൽ ചെയ്ത് കാണിക്കണം. നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഗെറ്റ് സ്റ്റാർട്ട് അടിക്കുക. രണ്ടിൻ്റെ ക്രിയേറ്റ് വാല്യൂ പിടിച്ചേക്കുക. എന്നിട്ട് ഇവിടെ ടിക്ക് കൊടുക്കുക, എഗ്രി കൊടുക്കുക. പിന്നെ ടേംസ് ഓഫ് യൂസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ടിക്ക് കൊടുക്കണം. അപ്രൂവ് കൊടുക്കുക. എന്നിട്ട് പാസ്വേഡ് ഇവിടെ ഇടണം, മറക്കാത്തൊരു പാസ്വേഡ് ഇടണം. എന്നിട്ട് അതും ക്രിയേറ്റ് അടിക്കുക. അപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ആവും. അപ്പോൾ ഇവിടെ ഒരു കോഡ് ഫ്രേസ് പോലെ ചോദിക്കും. കോഡ് ഫ്രേസ് 12 അക്കത്തിൻ്റെ. അത് നിങ്ങൾ ബുക്കിനകത്ത് എഴുതി വെക്കണം. അതായത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബുക്കിനകത്ത് എഴുതി വെക്കണം. 12 എഴുതി വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്പർ ഇട്ടിട്ട് കറക്റ്റായിട്ട് തന്നെ എഴുതി വെക്കണം. അതിപ്പോൾ ഞാൻ കാണിച്ചത് കണ്ട, ഇതാണ് കോഡ് ഫ്രേസ്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ബുക്കിനകത്ത് ആ നമ്പറിൽ ഒരു നമ്പർ ഇട്ടിട്ട് ആ നമ്പറിൽ തന്നെ അതിൻ്റെ വാക്കുകൾ തന്നെ എഴുതി വെക്കണം. അങ്ങനെ 12 ഉണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതി വെക്കണം. എന്നിട്ട് ഓർഡറിൽ തന്നെ എഴുതി വെച്ചിട്ട് കൺഫേം അടിക്കുക. എൻ്റെ റീ എൻട്രി ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ റീ എൻട്രി ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നെക്കി കൊടുത്താൽ മതി. ഇങ്ങനെ അതിനകത്ത് നോക്കിയിട്ട് ഒന്നാമത് ഏതാണെന്ന് വെച്ചാൽ അത് നിൽക്കുക, രണ്ടാമത് ഏതാണെന്ന് വെച്ചാൽ അത് നിൽക്കുക. അങ്ങനെ നെക്കി കൊടുക്കുക. അതാണ് ചെയ്യാനുള്ളത്. അങ്ങനെ ഫുള്ള് നെക്കി കൊടുത്തിട്ട് കംപ്ലീറ്റ് ബാക്കപ്പ് അടിക്കുക. അപ്പോൾ നമ്മുടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം. കണ്ട, വാലറ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എനേബിൾ ചെയ്ത് ഇടാം. ഇപ്പം നമ്മുടെ ഫോണിപ്പോൾ കാണാതെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഈ വാലറ്റ് നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ ആ കോഡ് ഫ്രേസ് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഫോണിലെടുക്കണോ അല്ലെങ്കിൽ വേറെ വല്ല വാലറ്റിലെടുക്കണമെങ്കിൽ ആ കോഡ് ഫ്രേസ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്താൽ മതി. അവിടെ ഈ കോഡ് ഫ്രേസ് അതുപോലെ തന്നെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ വാലറ്റ് അവിടെ വരും. പിന്നെ ഗൈസ്, ഇപ്പോൾ ആ കോഡ് ഫ്രേസ് നിങ്ങളുടെ ഇരുന്ന് പോയെന്ന് വിചാരിച്ചു, ബുക്ക് ചെയ്യുന്ന പോയി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എഴുതിയെടുക്കണമെങ്കിൽ നിങ്ങൾ മെറ്റാമാസ്കിൽ തന്നെ കയറിയിട്ട് ആ പാസ്വേഡ് ഉടനെ പോയിട്ടോ. പാസ്വേഡ് ഉടനെ പിന്നെ എടുക്കാൻ പറ്റില്ല. പാസ്വേഡ് അടിച്ചത് കയറാം. എന്നിട്ട് സെറ്റിങ്സിൽ പോയിട്ട് സെക്യൂരിറ്റി പോയിട്ട് പ്രൈവസി കയറിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ട കോഡ് ഫ്രേസ് അവിടെ കിട്ടും. എന്നിട്ട് അത് കോപ്പി ചെയ്യുക. എന്നിട്ട് വേഗം എഴുതി വെക്കുക. കാരണം നിങ്ങളിപ്പോൾ ഫോൺ കാണാതെ വരണമെങ്കിൽ പിന്നെ ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ഫോൺ കാണാതെ ആയാലും പിന്നെ ഈ ഫോൺ റീസ്റ്റോർ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ അക്കൗണ്ട് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. കോഡ് ഫ്രേസ് ഇല്ലെങ്കിൽ കോഡ് ഫ്രേസാണ് മെയിനായിട്ട് വേണ്ട. കോഡ് ഫ്രേസ് ഒന്നും കണ്ട ഇത് അങ്ങ് കോപ്പി ചെയ്യുക. അപ്പോൾ ബുക്ക് എന്തെങ്കിലും കാണാതെ വരണമെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് കോപ്പി ചെയ്യുക. ബുക്കിനകത്ത് എഴുതിയൊക്കെ ഒന്നാണ് ഏറ്റവും സേഫ്. ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് ആ ബുക്ക് എവിടെയെങ്കിലും സേഫായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഗൈസ്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് അക്കൗണ്ട്. ഇതിൻ്റെ അക്കൗണ്ട് 1 ആണിത്. നമുക്ക് ഇനിയും അക്കൗണ്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ന്യൂ അക്കൗണ്ട്. അപ്പോൾ അടുത്ത അക്കൗണ്ട് ആഡ് ആയി. ഇങ്ങനെ അൺലിമിറ്റഡ് ആഡ് ആക്കാൻ പറ്റും അക്കൗണ്ട്. അത്ര അക്കൗണ്ടൊന്നും വേണ്ട, ഒരു അക്കൗണ്ട് മതി സത്യം പറഞ്ഞാൽ. ഒന്നല്ലെങ്കിൽ 2 അക്കൗണ്ടൊക്കെ മതി. അപ്പോൾ അത് ഓരോ അക്കൗണ്ടിനും ഓരോ വാലറ്റ് IDs ഉണ്ട്. കണ്ട, OX62 എന്ന് പറഞ്ഞാൽ ID ആണ് വാലറ്റ് ID. അതുപോലെ തന്നെ എല്ലാ അക്കൗണ്ടിനും ഓരോരോ ID-കളുണ്ടാവും. കണ്ട, വാലറ്റ് ID ആണത്. പിന്നെ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വേറൊരാളുടെ അക്കൗണ്ടിൽ കുറച്ച് ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ അക്കൗണ്ടിൽ നിന്ന് ഈ നമ്മുടെ വാലറ്റിലേക്ക് അടക്കണമെങ്കിൽ നമ്മുടെ ഈ വാലറ്റ് ID കൊടുക്കേണ്ടത്. ഈ ID ഇത് നമുക്കിവിടെ കോപ്പി ചെയ്യാൻ പറ്റും. കണ്ട, ഈ സ്ഥലത്ത് ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണ്ട, അപ്പോൾ കോപ്പി ചെയ്യാം. ഇതാണ്ട് നമ്മൾ അയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നമ്മുടെ വാലറ്റിലേക്ക് ക്രിപ്റ്റോ കറൻസീസൊക്കെ ഇട്ടിടാൻ പറ്റും. ഇതാണ് പിന്നെ നെറ്റ്വർക്ക്. കണ്ട, നമുക്ക് കുറേ നെറ്റ്വർക്ക് ഉണ്ട്. അത് കണ്ട, ആർബിട്രത്തിന് നെറ്റ്വർക്ക് ഉണ്ട്, പിന്നെ പോളിഗൺ ബേസ് എല്ലാത്തിൻ്റെ നെറ്റ്വർക്ക് ഉണ്ട്. നമുക്ക് ഓരോ നെറ്റ്വർക്കൊക്കെ ആക്റ്റീവ് ചെയ്തൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിനും ബൈ.